അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫർസാനയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ നിൽക്കുകയാണ് നമ്മുടെ സൈത്തൂൻ ബീവി. എങ്ങനെയെങ്കിലും തൻ്റെ ഭർത്താവിനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം എന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോൾ അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിൻ്റെ മനസ്സും ഒന്ന് മാറ്റിയെടുക്കണം. തന്നെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഭർത്താവിൻ്റെ ആ ഒരു ചിന്താഗതി മാറ്റിയിട്ട് ഒന്നുകൂടെ ശരിയാക്കണമെന്നും അവർ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പല തവണകളായി ഫർസാനയുടെ കൈകളിൽ ഓരോന്ന് തൻ്റെ ഭർത്താവിന് കൊണ്ടു കൊടുക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അതിൽ നിന്ന് തെന്നി മാറാൻ ശ്രമിക്കുന്നുമുണ്ട് അവളുടെ ഭർത്താവ്. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ല സൈത്തൂൻ, എന്താ നീ എൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ തീരെ ശ്രദ്ധിക്കുന്നില്ല? പഴയ പോലെയല്ല നീ ഒരിക്കലും എനിക്ക്. അത് പലപ്പോഴും ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടിരുന്നത് നീ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റവരുടെ കയ്യിൽ എന്തിനാണ് നീ കൊടുത്തയക്കുന്നത്? എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? യാ സൈഫ്, നിങ്ങൾ അടുക്കണം, അതിനു വേണ്ടിയിട്ട്. അല്ല, എന്തൊക്കെ തന്നെയായാലും ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ അവളെ കാണലേ ഒന്ന് സുന്നത്തല്ലേ, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? അതിന് സൈഫ് സമ്മതമാണെങ്കിൽ ഞാൻ അവളോട് പറയാം. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒന്ന് സംസാരിക്കണം. സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ പെട്ടെന്നെല്ലാം റെഡിയാവുമല്ലോ. അദ്ദേഹം അവളുടെ മുഖത്തേക്ക് ദയനീയമായി ഒന്ന് നോക്കി. എന്താ സൈഫ്? അല്ല സൈത്തൂൻ, എനിക്ക് നിൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താ സൈഫ്? എൻ്റെ മനസ്സിലെ ആഗ്രഹമല്ലേ? പിന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ എന്നോട് വിവാഹം കഴിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അതിനുവേണ്ടി എന്നെ നിർബന്ധിക്കുന്നു. പലതവണ വേണ്ടെന്ന് വെച്ചിട്ടും നീ വീണ്ടും വീണ്ടും എന്നോടത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. വിവാഹം, നിക്കാഹ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നിനക്കും അവൾക്കും ഒരേ സ്ഥാനമായിരിക്കും ഉണ്ടാവുക. അതായത് എന്തൊക്കെ തന്നെയായാലും രണ്ടുപേരെയും ഒരുപോലെ സംരക്ഷിക്കലും എൻ്റെ ബാധ്യത തന്നെയാണ്. ഒരു പക്ഷേ അവൾ ചെറുപ്പമാണ്, അല്ലെങ്കിൽ അവൾ കന്യകയാണ് എന്നതിൻ്റെ പേരിൽ അവളുടെ അടുക്കൽ കൂടുതലായിട്ട് സമയം എടുക്കേണ്ടി എനിക്ക് വന്നാൽ അത് സൈത്തൂൻ ഉറപ്പായിട്ടും നിനക്ക് സങ്കടം വരുത്തും. നിനക്ക് എന്തായാലും വിഷമം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയാം, ഇതിൽ നിന്ന് ഒഴിവാകുന്നതാണ് നല്ലത്. സേഫ്, അങ്ങനെ പറയരുത്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കുള്ള ദിവസങ്ങളിൽ നിന്ന് അവൾക്ക് ഞാൻ പകുതിയിലേറെ ദിവസം നൽകും, ഉറപ്പായിട്ടും. എനിക്കെന്തായാലും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് ഒന്ന് വന്നാൽ മതി. എനിക്ക് അവൾക്ക് വേണ്ടി എൻ്റെ ദിവസങ്ങളിൽ നിന്ന് ഞാൻ നൽകാം. എനിക്ക് കുഴപ്പമില്ല. അങ്ങ് അവളുടെ കൂടെ കഴിയണം, പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അതാണ് എനിക്ക് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം റിസ്ക് എടുക്കുന്നത്. സത്യമായിട്ടും സൈത്തൂൻ, നീ പറയുന്നത് ഇത് സത്യത്തിൽ തന്നെയാണോ? എന്താ സേഫ്, എന്നെ വിശ്വാസമില്ലേ നിങ്ങൾക്ക്? എന്താ എന്നോട് വിശ്വാസക്കുറവുണ്ടോ? ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഇങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് എൻ്റെ റിസൾട്ടൊക്കെ അറിയണം, അതിനു വേണ്ടിയിട്ട്. അല്ല സേഫ്, ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒരവസരം ഉണ്ടാക്കി തരട്ടെ? ഉമ്മയോട് സമ്മതം ചോദിച്ചിട്ട് ഒരവസരം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇൻഷാ അല്ലാ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ. അല്ലെങ്കിൽ കാണൽ സുന്നത്താണല്ലോ. സൈത്തൂൻ, നിനക്ക് എങ്ങനെ തോന്നുന്നടി എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? അത് അവളെ അങ്ങ് കല്യാണം കഴിച്ചേ മതിയാവൂ. അതെൻ്റെ ഒരു വാശിക്ക് അത് ചെയ്യണം. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് പെട്ടെന്ന് ചെയ്യണം. സേഫ് പ്ലീസ്, ഞാൻ കാല് പിടിക്ക്. സൈത്തൂൻ, നീ എന്തൊക്കെയാണ് പറയുന്നത്? കാല് പിടിക്ക്. അയ്യേ, അതൊന്നും പാടില്ല കേട്ടോ. എനിക്കറിയാം, പക്ഷേ എനിക്കെന്നാലും എൻ്റെ മനസ്സിൽ ഒരു ടെൻഷന് പെട്ടെന്നാകാത്തതുകൊണ്ട് ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. എന്നിട്ട് സേഫിനെ ഞാൻ അങ്ങോട്ട് വിടും. രണ്ടുപേരും സംസാരിക്കണം.
തൻ്റെ ഭാര്യയുടെ സംസാരം കേട്ട് ശരിക്കും അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയുന്നില്ല. ഞാൻ ഒരു യാന്ത്രികമായി അവൾ പറയുന്നതനുസരിച്ച് നീങ്ങാണ്. എൻ്റെ ഉമ്മയോട് ഒരിക്കൽ കൂടി സമ്മതം ചോദിക്കണം, അത് കഴിഞ്ഞിട്ടാവാം ബാക്കി. ഈ സമയം ജെയ്ത്തൂൻ ബീവി നേരെ ചെന്നത് ഫർസാനയുടെ അടുക്കലേക്കായിരുന്നു. ഫർസാന, വീണ്ടും ഇത്ത വന്നപ്പോൾ ശരിക്കും അവൾ പേടിച്ചു. ഫർസാന, ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നോ? അത് പറയാൻ ശരിക്കും സാധിച്ചില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയാണ്, നീ ഒന്നും എതിർക്കരുത്. എനിക്കറിയാം നീ എതിർക്കില്ലാന്ന്. നിൻ്റെ വീട്ടിൽ നീ പറഞ്ഞല്ലോ, ഉമ്മ ഉപ്പ 4 മക്കൾ അല്ലേ, നീയും കൂട്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ടീം, പിന്നെ ഉപ്പ ഒരു മതപണ്ഡിതന് അല്ലേ, കുറഞ്ഞ രീതിയിൽ ശമ്പളത്തിൽ ജീവിക്കുന്ന. എന്തൊക്കെ തന്നെയായാലും മോളെ, നീ നല്ലൊരിടത്ത് എത്തുകയെന്ന് വെച്ചാൽ ആ വീട്ടുകാർക്ക് സന്തോഷമായിരിക്കും. ഞാൻ മോളോടൊരു കാര്യം പറയട്ടെ. എല്ലാം കേട്ടുകൊണ്ട് അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്തായിരിക്കും ഇവർ പറയുന്നത്? അത് ഒന്നുമല്ല, ഇവിടുത്തെ എൻ്റെ ഭർത്താവ്, അദ്ദേഹം സെയ്ഫ് അലി ഖാൻ, സെയ്ഫുദ്ദീൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, അദ്ദേഹത്തിന് അധികം പ്രായമായിട്ടില്ല. അതിന് അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യവുമില്ല. അതുകൊണ്ട് ഫർസാന, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എൻ്റെ ഭർത്താവിൻ്റെ 2ാം ഭാര്യയായിട്ട് നിന്നെ സ്വീകരിച്ചോട്ടെ, നിനക്കതിന് സമ്മതമാണോ? അത് കേട്ട് ഒരു നിമിഷം അവൾ ഞെട്ടിത്തെറിച്ചു. റബ്ബേ, എന്ത് ഞാൻ കേൾക്കുന്നത്? അവൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് ഉണ്ടായത്. എന്താ ഫർസാന, എനിക്ക് എന്തു പറ്റി? എൻ്റെ ഭർത്താവ് അത്രക്കും നല്ലൊരു നിഷ്കളങ്കനായ ഒരാളാണ്. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ നിർബന്ധപ്രകാരം മാത്രമാണ് അദ്ദേഹം, അല്ലാതെ എനിക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ശേഷി ഇനിയില്ല. അതുകൊണ്ട് ഫർസാന, പ്ലീസ്, എൻ്റെ അപേക്ഷയാണ്, നീ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കണം. സത്യമായിട്ടും. ബീവി, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങളുടെ ഭർത്താവല്ലേ അത്? അതേ മോളെ, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകണം, അതേ ആഗ്രഹമുള്ളൂ. ബീവി, നിങ്ങൾ എങ്ങനെ ഇത് പറയുന്നു? ഫർസാനയ്ക്ക് എന്ത് പറയണം എന്നറിയുന്നില്ല. റബ്ബേ, ഞാൻ എന്താണ് കേൾക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ, ഞാൻ ഒളിപ്പിച്ച് വെക്കുന്ന ഈ ഒരു ഗർഭം, റബ്ബേ, എന്തൊക്കെയാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയമാണിപ്പോൾ. എത്ര നാളെന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് വെക്കും? പതുക്കെ തൻ്റെ വയറ് പൊങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു സംശയവും ഉണ്ട്. റബ്ബേ. ഫർസാന, ആലോചിച്ചിട്ട് നീ ഉത്തരം പറയണം. ഞാൻ കാത്തിരിക്കും നിൻ്റെ ഉത്തരത്തിന് വേണ്ടി. അത് പറഞ്ഞുകൊണ്ട് ബീവി പുറത്തേക്ക് പോയി. അന്ന് അവർ 2 പേരും ഒരു ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്, ഭാര്യയും ഭർത്താവും. അതിനു മുമ്പായിട്ട് ഉമ്മയോട് പറഞ്ഞു, യാ ഉമ്മി, ഞങ്ങൾ ഒന്ന് പുറത്തു പോയിട്ട് വരാം. പിന്നെ ഉമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. സെയ്ഫ് ഉമ്മയോട് കാര്യം പറയുന്നു. ഉമ്മി, എന്നെ സെയ്ത്തൂൻ നിർബന്ധിക്കുന്നു മറ്റൊരു വിവാഹത്തിന് വേണ്ടി, മക്കളുണ്ടാകാൻ വേണ്ടിയിട്ട്. മോനെ, ഞാൻ ആ കാര്യം പറഞ്ഞതല്ലേ, അത് നല്ലതാണ്. എന്തൊക്കെ തന്നെയായാലും എൻ്റെ മോൻക്ക് വേണമല്ലോ ഒരവകാശി. എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് ആ ഒരു വിവാഹത്തിന് തയ്യാറായിക്കോളൂ. എൻ്റെ കുഞ്ഞിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മകൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് ആ മാതാവ് അവരെ അനുഗ്രഹിച്ചു. മക്കൾ പോയി വരൂ. യാ ഉമ്മി, സെയ്ത്തൂൻ ബീവി. യാ ഉമ്മി, പോയിട്ട് വരാട്ടോ. എന്ത് കൊണ്ടുവരേണ്ടത്? ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ടതല്ല, ഇവിടെ ഉണ്ടല്ലോ മോളെ, നിങ്ങൾ പോയി വരൂ. ഫർസാനയെ തൻ്റെ മകൻ വിവാഹം കഴിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ അറബിയുടെ ഉമ്മ ശരിക്കും ഒന്ന് വിചാരിക്കുകയാണ്. പഠിച്ചോനെ, എവിടെയുള്ളതാവാണാവോ, എങ്ങനെയാണാവോ, എന്തൊക്കെ തന്നെയാലും മസ്രയിൽ ജോലിക്ക് വന്നതല്ലേ. അപ്പോൾ എന്തായാലും ഒരു സെർവൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ ആദ്യഘട്ടത്തിൽ ഒരു പരിശോധന ഉണ്ടാകും പല രീതികളിൽ. അതായത് ക്യാഷ്, മാല, അതെല്ലാം സ്വർണം, അതൊക്കെ അവിടെയും ഇവിടേക്ക് വെച്ചിട്ടും നിലത്തിട്ടിട്ടും അങ്ങനെ. അതായത് ഇവിടുത്തെ ആളുകളെ പരീക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ് അത്. സത്യസന്ധത തെളിയിച്ചാൽ മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു വിലപിടിപ്പുള്ള
ഡയമണ്ട് നെക്ലേസ് അതെടുത്തുകൊണ്ട് അവർ വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവിടെ ടേബിളിൻ്റെ അരികിലായിട്ട് വെക്കുന്നു. അപ്പോഴേക്കും അതാ ഭക്ഷണവുമായി സെർവൻസ് വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം അവരത് കാണണ്ട എന്ന് കരുതി അത് ആ അറബിച്ച് ഒളിപ്പിച്ചു വെച്ചു. ഫർസാനയെ ഒന്ന് പരീക്ഷിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അല്പം ക്യാഷും ഗോൾഡുമൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ വെച്ചു. ടേബിളിൽ ഫർസാന ഇരിക്കുന്ന ഭാഗത്തായിട്ടാണ് ആ ഒരു ഡയമണ്ട് നെക്ലേസും അവർ വെച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കാൻ ഫർസാനയെ അതാ അറബിയമ്മ വിളിക്കുന്നു. യാ ഫർസാൻ, യാ ഫർസാൻ. ആ യാ ഉമ്മി, ദാ ഫുഡ് കഴിക്കുവാൻ സമയമായി എന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ അതാ അവിടുത്തെ അറബി ഉമ്മയും അവരും ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി അവിടെ ഇരിക്കുന്നു. ഫർസാന സാധാരണയായി ഇരിക്കുന്ന ഭാഗത്ത് ആ ഒരു ഡയമണ്ട് നെക്ലേസ് കണ്ട് അവൾ ഞെട്ടി. അവൾ പെട്ടെന്ന് തന്നെ അതെടുത്തു. യാ ഉമ്മി, ഇതാ ഉമ്മിയുടെ നെക്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവരുടെ കഴുത്തിൽ അത് അണിയിച്ചു കൊടുക്കുന്നു. ആ കാര്യത്തിൽ അവൾ വിജയിച്ചു. ആ അത് നേരത്തെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറബിയുമ്മ ഒപ്പിച്ചു. പിന്നീട് പല സ്ഥലങ്ങളിലായിട്ട് ക്യാഷും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വെച്ചു തുടങ്ങി. എവിടെ കിട്ടിയാലും അതെല്ലാം ഫർസാന നേരെ അറബിയുമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുക്കും. ആ കാര്യത്തിൽ അവൾ കുഴപ്പമില്ലെന്ന് അറബിയമ്മക്ക് മനസ്സിലായി തുടങ്ങി. ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം സംസാരിച്ചിരിക്കുകയായിരുന്ന ഫർസാനയോട് ആ അറബിയമ്മ പറഞ്ഞു. യാ ഫർസാൻ, എൻ്റെ മകൻ ഫർസാനയെ വിവാഹം കഴിക്കുവാൻ വേണ്ടി തയ്യാറാവുകയാണല്ലേ? എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ളതും ഒന്ന് മനസ്സറിഞ്ഞ് സംസാരിച്ചിട്ട് മനപ്പൊരുത്തമുണ്ടെങ്കിൽ മാത്രം ഇത് നടത്തണം. എന്താ ഫർസാനക്ക്? അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ അവൾ ആ സമയത്ത് മറ്റു പലതും ചിന്തിച്ചു കൊണ്ടിരുന്നു. തൻ്റെ ജീവിതം ഇവിടെ ഈ ഒരു ഗർഭാവസ്ഥയിൽ ഞാനിവിടെ അധികം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെന്നെ പെട്ടെന്ന് പുറത്താക്കും എന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ തൽക്കാലം ബുദ്ധിക്ക് കളിക്കുന്നതായിരിക്കും നല്ലത്. സെയ്ഫ് അറബി എൻ്റെ അടുക്കലേക്ക് ഒരു പക്ഷേ കാണുവാൻ വരികയാണെങ്കിൽ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവായി കഴിഞ്ഞാൽ അവർ വല്ലതും സംശയിക്കാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം അതങ്ങ് സമ്മതിക്കുകയായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞ് അറബിയും അറബിച്ചിയും അതാ വീട്ടിലേക്ക് വരുന്നു. ഫർസാനക്കുള്ളത് പ്രത്യേകമായി അറബി പെണ്ണ് എപ്പോഴും വാങ്ങുന്നത് പതിവായിരുന്നു. യാ ഫർസാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അതവളുടെ കയ്യിൽ നൽകും. സത്യം പറഞ്ഞാൽ അവൾ വിചാരിച്ചു പോയി, പഠിച്ചവനെ, ഞാൻ എത്തിപ്പെട്ട സ്ഥലം വല്ലാത്തൊരു സ്ഥലം തന്നെയാണ്. അല്ലാ, എത്ര സ്നേഹമുള്ള മനുഷ്യരാണ് ഇവിടെയുള്ളത്. പെട്ടെന്നതാ ഫർസാനയെ അവൾ വിളിക്കുന്നു. സെയ്തൂൻ, ഫർസാന, ഫർസാന, നീയൊന്ന് ദാ ഇതുമായി അറബിയുടെ അടുക്കിലേക്ക് ഒന്ന് പോയിക്കോളൂ. നിന്നെ ജസ്റ്റ് ഒന്ന് കാണുക, സംസാരിക്കുക എന്നത് മാത്രമാണ്. എന്താ, നിനക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? അവൾ ഒന്നും മിണ്ടിയില്ല. മൗനം സമ്മതമാണെന്ന് അതാ സെയ്തൂൻ ബീവി മനസ്സിലാക്കുന്നു. അവർ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. സെയ്തൂൻ ബീവി കൊടുത്തയച്ച ആ ഒരു സാധനവുമായി അതാ അറബിയുടെ അടുക്കലേക്ക് പോകുന്നു. അവൾ, യാ അർബാബ്, അവൾ പേടിച്ചുകൊണ്ട്. ഫർസാന, അറബി അതുവരെ തൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ അന്ന് ആദ്യമായി അറബി അവളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. ഫർസാന, അവൾ പതുക്കെ അവളുടെ മിഴികൾ ഉയർത്തി അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം വളരെയധികം മനോഹരമായ ഒരു മനുഷ്യനായിരുന്നു. സത്യം പറഞ്ഞാൽ മുഖത്തേക്ക് നോക്കാൻ ധൈര്യമില്ലായിരുന്നു ഇതുവരെ. ഇന്ന് അയാൾ വിളിച്ചപ്പോഴാണ് അയാളുടെ മുഖത്തേക്ക് ശരിക്കും ഫർസാന നോക്കിയത്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നല്ലൊരു വെളിച്ചമുണ്ടായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളുടെ. ശരിക്കും ആ അറബിയെ ആര് കണ്ടാലും ഒന്ന് ഇഷ്ടപ്പെടും. ഭംഗിയുള്ള ഒരു അറബിയായിരുന്നു അത്. അധികം പ്രായമൊന്നുമില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു സന്താന ഭാഗ്യം ഉണ്ടായിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം 6 വർഷം ആണ് ആയത്. അതുകൊണ്ട് തന്നെ ഫർസാന, വീണ്ടും അയാൾ വിളിച്ചു. അവൾ ആകാംക്ഷയോടെ, ഈ അർബ, എന്താ, എന്നോട് ഇഷ്ടം വല്ലതും തോന്നിയിട്ടുണ്ടോ ഫർസാന? അവൾ ഇല്ലെന്ന് തലയാട്ടി. ആഹാ, ഇല്ലേ? എൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് തയ്യാറാണോ?
നിനക്ക് അതൃപ്തി വല്ലതുണ്ടോ? എൻ്റെ ഭാര്യയുടെ നിർദ്ദേശത്തിനാണ്, അവളുടെ ഇഷ്ടപ്രകാരമാണ് ഞാനിതിന് തയ്യാറായത്, അല്ലാതെ ഒരിക്കലും. പറഞ്ഞു. എന്നോട് സൈത്തുൻ ബിവി കാര്യങ്ങൾ പറഞ്ഞു. കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ആണെന്ന് പറഞ്ഞു. ഫർസാന, എൻ്റെ മുഖത്തേക്ക് നീ ശരിക്കൊന്ന് നോക്ക്. നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ബീവിയുടെ ആഗ്രഹം നിറവേറ്റാം. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കരയുകയാണ് ചെയ്തത്. അർബ, എന്നോട് പൊറുക്കണം, എന്നോട് പൊറുക്കണം. ഞാൻ എന്താ ഫർസാന കാര്യം പറയൂ. അവളുടെ ആ കണ്ണീര് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഞ്ചു പിടഞ്ഞു. ഫർസാന, എന്തു പറ്റി? എൻ്റെ മോൾക്ക് എന്തു പറ്റി? അറബിയുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്കുകൾ. അർബ, ഞാൻ പാപിയാണ്, ദോഷിയാണ്, ഞാനൊരുപാട് കുറ്റം ചെയ്ത പെണ്ണാണ്. എന്താ ഫർസാന നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാര്യങ്ങളോ? എന്ത് കാര്യം? എന്നോട് അവൾ പറഞ്ഞല്ലോ നിൻ്റെ വീട്ടിൽ ഉമ്മയും ഉപ്പയും അനിയത്തികളും അനിയനുമാണ് ഉള്ളത് എന്നുള്ളത്. പിന്നെന്താ അർബ? അത് എൻ്റെ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ അർബാവ് എന്നൊരിക്കലും കല്യാണം കഴിക്കില്ല. എന്താ ഫർസാന നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ, എനിക്കൊതുന്നൊരു വിഷയമേ അല്ലല്ലോ. നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ലേ, നിനക്ക് ഭർത്താവില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ആ സ്ഥിതിക്ക് ഞാൻ നിന്നെ വിവാഹം കഴിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതും എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം. നിന്നിലൂടെ എനിക്ക് മക്കളുണ്ടാകുകയാണെങ്കിൽ എൻ്റെ ഭാര്യ എനിക്ക് സന്തോഷിപ്പിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ട് നിന്നെ എനിക്ക് നിക്കാഹ് കഴിക്കൽ നിർബന്ധമാണ്. അർബ, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. എനിക്ക് അതിനൊരിക്കലും ഞാനതിന് അർഹയല്ല. എന്താ നീ പറയുന്നത്? അന്ന് കഅബയുടെ അടുക്കലേക്ക് പോയപ്പോഴും സൈത്തുൻ ബീവി ഇതാണല്ലോ പറഞ്ഞത്. നിനക്ക് എന്താ പ്രശ്നം? നീ അല്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? എന്താ നിൻ്റെ പ്രോബ്ലം? അർബ, അവൾ കരയുവാൻ തുടങ്ങി. വീണ്ടും അവളുടെ കണ്ണുനീർ അറബി പതുക്കെ തൻ്റെ ഷാളുകൊണ്ട് ഒന്ന് തുടച്ചു നോക്കട്ടെ എന്ന് കരുതാൻ നിന്നപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് പിന്മാറി. ഇല്ല, അവളൊരിക്കലും എനിക്ക് ഹലാലായിട്ടില്ല. അറിയാതെ. പക്ഷേ മനോഹരിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. എൻ്റെ സൈത്തുൻ ബീവി അവളോളം ഇല്ലെങ്കിലും ഇത് വേറെ തരം, പ്രത്യേക തരം ഒരു സൗന്ദര്യം ഇവൾക്ക്. എന്തായാലും അൽഹംദുലില്ലാ, രണ്ടുപേരും കുഴപ്പമില്ല. പഠിച്ചോനെ, കരുതി കൂട്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. എൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം മാത്രമാണ്. ഫർസാനയോട് അടുത്തിടപഴകുവാൻ വേണ്ടിയിട്ട് അറബിക്ക് തോന്നുകയാണ്. അവളെ ഒന്ന് നെഞ്ചോട് ചേർക്കണം, അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം എന്ന് അറബിക്ക് തോന്നി തുടങ്ങുന്നു. അവളാണെങ്കിൽ കരയുകയാണ്. അവളുടെ കണ്ണീര് നിൽക്കുന്നേയില്ല. ഫർസാന, മോൾക്ക് എന്തു പറ്റി? എന്നോട് പറഞ്ഞൂടെ? എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചവളാണ്. എൻ്റെ ജീവിതത്തിലെ ഇണയാക്കുവാൻ വേണ്ടി എനിക്കെൻ്റെ ഭാര്യ സമ്മാനിച്ചതാണ് നിന്നെ. അതുകൊണ്ട് ഞാൻ നിന്നെ നിക്കാഹ് കഴിക്കുന്നതിന് മുമ്പായിട്ട് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? അതോ എന്നെ ഇഷ്ടമല്ലാതെ നീ പോവുകയാണോ? എന്താ പറ. എനിക്ക് വളരെയധികം സൂക്ഷ്മതയോടെയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞ് നിന്നെ എൻ്റെ മനസ്സിലേക്ക് അങ്ങോട്ട് കയറ്റി വിട്ടു. അതിനു വേണ്ടിയിട്ട് അവൾ പല നാടകങ്ങളും കളിച്ചു. നിൻ്റെ കയ്യിൽ പലതും അവൾ എനിക്ക് വേണ്ടി കൊടുത്തയച്ചു. അവളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ലായിരുന്നു, നമ്മൾ രണ്ടുപേരും കാണുക, സ്നേഹിക്കുക എന്നായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം? ഫർസാന, നിൻ്റെ മനസ്സിലുള്ളത് എന്നോട് പറഞ്ഞോളൂ. ഞാനൊന്നും ചെയ്യില്ല. ബീവിയോട് അത് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ പറയുകയുമില്ല. ഈ അർബ, എനിക്ക് എന്നോട് പൊറുക്കണം. അറിഞ്ഞുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തതാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ മാത്രം, അല്ലാതെ അറിയാതെ അല്ല. എനിക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും. ഫർസാന, പ്ലീസ് കരയരുത്. അറബി അവളുടെ അരികിലേക്ക് നീങ്ങി അവളെ ഒന്ന്
ആശ്വസിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നമ്മുടെ ജെയ്ത്തുൻ ബിബി പുറത്ത് കാത്തിരിക്കുകയാണ്. ഇവരുടെ രണ്ടുപേരുടെയും സംസാരം എന്താവും എന്നുള്ളത് അറിയുവാൻ വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിക്കുകയായിരുന്നു. പഠിച്ചോനെ, എങ്ങനെയെങ്കിലും അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടാൽ മതിയായിരുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് സ്റ്റോറി അല്പം വൈകിപ്പോയിട്ടോ, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.